വീട്ടിക്ക് പോവും. ഇജുവാണ് ഇവിടെ നിന്ന്, ഞാൻ പോവാണ്. റിസോർട്ട് എങ്ങനെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടോ? പോവാൻ തോന്നില്ല. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫുൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളെ മൂന്നാർ പാറക്കാട് റിസോർട്ടിൽ ആണുള്ളത്. നീച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ ഇതാ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മളൊന്ന് പോയി നോക്കാം. നിങ്ങൾ നമ്മളെ റിസോർട്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ഇനി റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഇന്നലെ രാത്രി നമുക്ക് അവിടുന്ന് ശരിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു പൂരി എടുത്ത് ഇതിലേക്ക് ഞാൻ നമ്മൾ എടുക്കാം സാമ്പാർ അല്ലേ. ഇച്ചിരി സാമ്പാർ, ഇതെന്താ വട, ഒരു വട, ഒരു സ്റ്റീംഡ് ബനാന അല്ലേ. ഇനി ഒരു അപ്പത്തിൻ്റെ പ്ലേറ്റ് ഫുള്ള് നിറഞ്ഞാണ്. എവിടുന്ന് തുടങ്ങണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഇത് ഫുള്ള് കഴിച്ചില്ലേ? ഓൻ പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ. നേരത്തെ വന്നുകൊണ്ട് ഫുഡൊക്കെ സെറ്റാക്കി ഓൻ്റെ പരിപാടി കഴിച്ചില്ലേ? മതിയാക്കിനോ? വയറ് നിറഞ്ഞിട്ടല്ലേ? എനിക്ക് ഇനി ഇതിന് എന്തെങ്കിലും വേണോ? എന്നാ ഈ ഒരു തേൻമുട്ട ഓൻ്റെ സാധനം ഇതാക്കണേ, ലോലിപോപ്പ്. അത് മതിയോ? ഓക്കെ, അപ്പോൾ ഇതാ ഞാൻ കഴിക്കട്ടെ കേട്ടോ. എന്താടാ നമ്മൾ ചായ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിനി എന്ത് ചെയ്യാണ്, മൂന്നാർ പാറക്കാട് റിസോർട്ടിന്റെ റൂമുകളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അവരെ ജീപ്പ് അവിടെ താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കി വരാം. അപ്പോൾ അതാക്കണം കേട്ടോ, നമുക്ക് ട്രക്കിങ്ങിനുള്ള ജീപ്പ് വന്നിക്കണ്. അപ്പോൾ നമ്മളിനി വണ്ടിയിൽ കയറുക, നേരെ ട്രക്കിംഗ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണാനുണ്ട്, പോയി നോക്കാം. പാറക്കാട് റിസോർട്ടിലെ കേവ് റൂം കാണിച്ചില്ല. ഇവിടെ വെള്ളച്ചാട്ടം തോന്നുന്നു. എന്നാലും വെള്ളച്ചാട്ടത്തിന് റെസ്റ്റ് വെച്ചു. അപ്പൊ പോയി വരാം ഗൈസ്. നമ്മളിപ്പോൾ ഉള്ളതാക്കണം കേട്ടോ. ഇതിനെന്താ പറയല്, റോപ്പുമ്മ കൂടെ നടക്കാന്നറിയാം, അതാ നല്ലത്. ഇതിങ്ങനെ ആടും കഴിച്ചു കേട്ടോ. അടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ കുയ്യാണ് കേട്ടോ. വൻ കുയ്യല്ല, എന്നാലും കുഴപ്പമില്ലാത്ത കുയ്യ. നമ്മൾ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതൊരു റൂമാണ് ഇവിടുത്തെ. ഇതാണ് കേവ് റൂം. നമുക്ക് ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇന്ന് അവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്കാണ് കയറാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഈ പരിപാടി. കണ്ടോ, നമ്മൾ അവിടുന്ന് ഒരുപാട് താഴേക്ക് ട്രക്കിങ് വഴി ആ ജീപ്പിൽ ഇറങ്ങിയിട്ട് ആണ് നമ്മൾ ഇവിടെ എത്തുക. ഇതുണ്ടോ, ഞാൻ നേരത്തെ കാണിച്ചെന്ന കേവ് റിസോർട്ടില്ലേ, ആ റൂം
ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷേ ഇതൊന്നും കൂടി സ്പേസാണ്, ഭയങ്കര സ്പേസ് ഉള്ളതാണ്. അടിപൊളി വൈബാ. അപ്പോൾ ഗൈസ് നമ്മൾ കേവിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇവിടെ കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യണേ, നേരെ മേലോട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. റെസ്റ്റോറൻറ്റ് ലിഫ്റ്റ് ഇതാ ഇപ്പോൾ തുറക്കും. ഇതിൽ അവരൊക്കെ ഉണ്ട്. ആര്? ഐതു ആൻഡ് ടീം. ദേ അപ്പോൾ നമ്മളിനി നേരെ റെസ്റ്റോറൻറ്റ്. ഭയങ്കര ആംബിയൻസ് ആട്ടോ ഇവിടെ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് പാറക്കാട് റിസോർട്ടിൻ്റെ. അപ്പോൾ കേസ് ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നോരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് എല്ലാം എത്തിയിട്ട് ഒരുമിച്ച് വീഡിയോയിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ. അപ്പോൾ പാറക്കാട്ടിൽ റിസോർട്ട് മാത്രമല്ല കേട്ടോ, പാറക്കാട് ജ്വല്ലേഴ്സും ഉണ്ട്. നമ്മളവിടുത്തെ കളക്ഷൻസും അവരുടെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് പോയി നോക്കുക. അപ്പോൾ ഗൈസ് ഇവിടെയുള്ള എല്ലാ പ്രോഡക്റ്റും 24 ക്യാരറ്റ് പ്യുർ ഗോൾഡ് ലെയർഡ് ആണ് കേട്ടോ. ഇതുകൊണ്ട് ഗൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി സാധനം കേട്ടോ. ആനയാണോ ആനക്കുട്ടിയാണോ എന്നറിയില്ല. എന്തായാലും ഇത് കളറൊന്നും ഇളകൂല, മാത്രമല്ല വാട്ടർ പ്രൂഫും ആണ്. പിന്നെ ഇതിൻ്റെ കൊത്തുപണികളൊക്കെ ഉണ്ടല്ലേ, നല്ല അടിപൊളി ഡിസൈനാണ് കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഏത് ഡ്രസ്സുക്കും മാച്ചാണ് രീതിയിലാണ് കേട്ടോ അതുപോലെ ഓർണമെൻറ്റ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 2 വർഷം വാറണ്ടി ഉണ്ട്, അതുപോലെ തന്നെ ലൈഫ് ടൈം സർവീസും അവൈലബിൾ ആണ്. ഇത് കണ്ടോ, ഗോൾഡ് ലെയർഡ് ആയിട്ടുള്ള ഐഡൽസ് നിങ്ങളെ വീട്ടിൽ പൂജാമുറിയിൽ വെക്കാനോ അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ അടിപൊളി പിന്നെ ഐഡൽസ് ഇവിടെ ഉണ്ട് കേട്ടോ. 34 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ പാറക്കാട് ജ്വല്ലേഴ്സിന്. നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് കല്യാണ പ്രോഗ്രാമോ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ റെന്റലിന് എടുക്കാനുള്ള സൗകര്യം പാറക്കാട് ജ്വല്ലേഴ്സിലുണ്ട്. പാറക്കാട് ജ്വല്ലേഴ്സിന് 100ഓളം ബ്രാഞ്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളെ പാറക്കാട്ടിൽ 2ാമത്തെ രാത്രിയും ഇരുട്ടായി കഴിഞ്ഞ് അപ്പോൾ ഒരുവിധം എല്ലാ ഇതും എക്സ്പ്ലോർ ചെയ്ത് നമ്മളിനി ഇതാ ഇപ്പോൾ 9 മണിയായി, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ എന്താ പറയുക, മൂന്നാർ പാറക്കാട് റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക, ഹോസ്പിറ്റാലിറ്റി ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതും അടിപൊളിയാണ്, നേരത്തെ നിങ്ങൾ കണ്ടില്ലേ. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആണെങ്കിൽ അവരും നമ്മളായിട്ട് നല്ല കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് അടിപൊളി, ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. അപ്പം ആരെങ്കിലുമൊക്കെ റിസോർട്ടിൽ പോകണം, ഒന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കട്ടെങ്കിൽ പാറക്കാട് റിസോർട്ടിലേക്ക് വന്നോളി. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം. കാരണം എന്താ പറയുക, എല്ലാ സംഭവങ്ങളും ഒരു കുടക്കീൽ എന്ന് അറിയില്ല. അതേപോലെ തന്നെ എന്താ പറയുക, ഈ ട്രക്കിങ്, പൂള്, പാർക്ക്, അതുപോലത്തെ എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ പാറക്കാട് റിസോർട്ട് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടെ 10 മണി വരെയാണ് അവിടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആവുക. അപ്പം അതിന് മുന്നേ പോയിട്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഫുഡ് കിട്ടില്ല. അപ്പം നമ്മൾ നേരെ എന്ത് ചെയ്യാണ്, റെസ്റ്റോറൻറ്റിലേക്ക് പോയി നോക്കാം ഗൈസ്. ഇവിടെ ഒരാളെ ബർത്ത്ഡേ നടക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ബർത്ത്ഡേ പാർട്ടി നമ്മൾ കുട്ടികൾ മാത്രമല്ല പ്രായമുള്ളവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. കണ്ടില്ലേ, നമുക്ക് അവർക്കൊരു വിഷ് കൊടുക്കണ്ടേ. അതുണ്ടോ, ഇച്ചിരി കേക്കൊക്കെ എടുത്തിട്ട്, അടിപൊളി. ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂട്ടത്, ഇന്നലെ മുതൽ ഇവിടെ ഉണ്ട്. ഇതിൽ ആരുടെ ബർത്ത്ഡേ ആണ്, ആരുടേതാ? ഓ, നമ്മളൊന്ന് വിഷ് ചെയ്യട്ടെ. ഹാപ്പി ബർത്ത്ഡേ. 84 ഇയേഴ്സ്, മാഷാ അല്ലാഹ്. ഇനി ഒരുപാട് കാലം ജീവിക്കട്ടെ. എന്താ ഗൈസ്, നമുക്ക് ഇതാക്കണം കേട്ടോ, ഒരു കേക്കൊക്കെ കിട്ടി, സന്തോഷം. ഇത് നമ്മളെ സബ്സ്ക്രൈബറാ അല്ലേ? എന്താ പേര്? വീട് എവിടെയാ? പുക്കാട്ടുപടി. വാ, കണ്ടോ നമ്മളെടുത്ത ഫുഡ്, ബട്ടർ നാന്, ചിക്കൻ, ബട്ടർ ചിക്കന്, പിന്നെ ഗോബി, ഇത് ചിക്കൻ വേറെന്തോ കാട്ടിയത്. അപ്പോൾ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇതാക്കണം. ഇപ്പം ഇനി റൂമിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, റിസോർട്ടിൽ വന്ന് അവസാനത്തെ രാത്രിയാണ് ഇന്ന്. ഇനി നാളെ രാവിലെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് നേരെ ഒരു ദിവസം കൂടി ഇവിടെ വീട്ടിക്ക് പോവും. ഇതാണ് ഇവിടെ നിന്ന് ഞാൻ പോവാണ്. വേണ്ട. റിസോർട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഇഷ്ടപ്പെട്ടോ? പോവാൻ തോന്നില്ല. പോകാൻ തോന്നില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ നാളെ രാവിലെ ഇൻഷാല്ലാ ഇവിടുന്ന് പോവും. അപ്പോൾ ഇനി കിടന്നുറങ്ങണം. ഇവിടെ 10:30 മണിയായിട്ടോ. ഇവിടെ നിന്നല്ല, ഇപ്പോൾ 10:30 മണിയായി. അപ്പോൾ നിങ്ങൾക്ക് റിസോർട്ടിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വിളിച്ചിട്ട് ബുക്ക് ചെയ്തോളി, വിളിച്ചിട്ട് അന്വേഷിച്ചോളി, കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും